10-25 ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നു. വേറൊന്നും ഇല്ലായിരുന്നു. ഫോൺ ആപ്പ് വഴി പൈസ എടുക്കുമായിരുന്നു. ഇല്ല, അതൊന്നും അറിയില്ല. ചോദിക്കാറുണ്ട്. ഗെയിം കളിക്കും അവൻ. പിന്നെ കാലത്ത് വൈകിട്ടൊക്കെ ഫോണിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ അടയ്ക്കാൻ അവർ പറയുന്ന കേൾക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ചോദിക്കുമായിരുന്നു എന്തൊരു പൈസ എടുത്തപ്പോൾ പറഞ്ഞ് ഫോൺ ആപ്പ് വഴി പൈസ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം പൈസ അടയ്ക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. 2000 രൂപ ഒക്കെ ചോദിക്കും. കൊടുക്കാറുണ്ടായിരുന്നു. അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അന്ന് തന്നെ ഒരിടത്ത് പോയി ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അവർ തന്നില്ലായിരുന്നു. രാത്രി കുഞ്ഞുമാരുടെ അടുത്താണ് പോയത്. 12 മണിയായപ്പോൾ പോയി ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. തന്നില്ലായിരുന്നു. ഞാനും അവനും കൂടെ പോയത്. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു. 12 മണിയായപ്പോൾ വീട്ടിൽ എത്തി. അല്ല, ലത്തീഫല്ല, എൻ്റെ കുഞ്ഞുമായാണ്. തട്ടത്തോലത്തെ കുഞ്ഞുമ. അത് അന്ന് ഫോൺ വിളിച്ച്, തലേദിവസം ഫോൺ വിളിച്ച്, അവർ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അറിയില്ല, അതൊന്നും അറിയില്ല. അതറിയില്ല. അതെ, അതും വിളിച്ചിട്ടുണ്ട്. പിന്നെ ലോണിന് അടയ്ക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ എൻ്റെ മതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക്. അവനല്ല കടം, എനിക്ക് വരുന്ന കടം അവനല്ലായിരുന്നു കടം. അവനല്ല, എൻ്റെ കുടുംബത്തിലായിരുന്നു. എൻ്റെ വീട്ടിൽ. പിന്നെ ഇത് ലോണൊക്കെ മതിലിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത്. എന്നിട്ട് അടയ്ക്കാൻ അവൻ്റെ എല്ലാവരും ചോദിച്ചത്. അന്ന് ദിവസം പൈസ ചോദിച്ചത്. എന്നിട്ട് കിട്ടിയില്ല അന്ന്.